ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അതായത് ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന പുസ്തകമാണ്. ഏകദേശം 10 ചാപ്റ്ററുകളാണ് ഇതിലുള്ളത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് MP സദാശിവനാണ്. നമ്മളെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ യുവത്വത്തിൻ്റെ പ്രസരിപ്പിനെ കുറിച്ചും യുവത്വത്തിൻ്റെ യുവാക്കളുടെ കഴിവുകളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അയൽ രാജ്യങ്ങളല്ല, മറിച്ച് ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം എന്ന ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ഒരുപാട് മാർഗങ്ങളാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ടാണ്. സ്വപ്നം കണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തത് മാതൃകകൾ. നമ്മൾ മാതൃകകൾ സൃഷ്ടിച്ച നമുക്ക് പല മാതൃകകളുണ്ടാവും, മുൻമാതൃക. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തത് മഹാമനീഷികൾ, ഒരുപാട് ഗുരുക്കന്മാരൊന്നും നല്ല പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 4000 സംവത്സരങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഇതിൽ ഒരുപാട് ഋഷിമാരും മഹർഷിമാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സംഭാവനയും അവരെ നമ്മൾ പിൻപറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അദ്ദേഹം സന്യാസിമാർ, സിദ്ധന്മാർ ഇവരെന്നൊക്കെ പഠിച്ച പാഠങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മീയമായിട്ട് അദ്ദേഹം കുറിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം നമ്മളെ രാജ്യസ്നേഹത്തെക്കുറിച്ച്, നമ്മൾ പലപ്പോഴും ഒരു വർഗീയമായ രീതിയിൽ ചിന്തിച്ചിട്ട് രാജ്യത്തെ മാറ്റിവെക്കുന്ന ഒരവസ്ഥ, അത് മാറിയിട്ട് നമ്മൾ വർഗീയമായി മതങ്ങൾക്കും ജാതികൾക്കും അപ്പുറം ഇന്ത്യ എന്നൊരു രാജ്യസ്നേഹത്തോടെ ജീവിക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദവും മതസൗഹാർദ്ദവും എല്ലാം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇങ്ങനെ വളരെ യുവാക്കൾക്കും നമ്മുടെ രാജ്യത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറ്റുന്നവരൊക്കെ ഇത് വായിക്കണം. നല്ലൊരു പുസ്തകമാണ്. ഈ പുസ്തകം നമുക്ക് എന്തൊക്കെ, ഒരു യുവാവ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും എല്ലാവർക്കും ഇത് വായിക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവട്ടെ, ആവേശം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.